കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയി തിരിച്ചു വന്നപ്പോൾ നല്ല ചെമ്മണ്ടൻ ചക്കകൾ നിരത്തി വെച്ചേക്കണം. ഒന്ന് നോക്കിയില്ല, ഒരെണ്ണം വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊടുത്ത് അമ്മനോട് ചക്കപ്പുഴുക്കും ചക്കോലത്തും ഉണ്ടാക്കാൻ പറഞ്ഞു. വെറുതെ സിമ്പിൾ ആയിട്ടില്ലേ, നല്ല വറ്റൽ മുളകും കടുകൊക്കെ പൊട്ടിച്ചിട്ട് മഞ്ഞപ്പൊടിയും വേപ്പലയും ഇട്ടിട്ട് ഉള്ളി ചതച്ചിട്ടിട്ട് ഗാർലിക്കൊക്കെ ഇട്ടിട്ട് അത്രയും മതി. വലിയ കട്ടലങ്കാരം ഒന്നും വേണ്ട. എന്നിട്ട് കഞ്ഞിയിലോട്ട് കുറച്ച് നാരങ്ങച്ചാറങ്ങൾ ഇടണോടാ. എന്നിട്ട് ഈ ചക്കട ഒലത്തങ്ങടയില്ലേ കുത്തി കുത്തി അങ്ങോട്ട് കോരി ഇടണം. അത് കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ സാധനം വരും. തേങ്ങയും നല്ല ചെറിയ ഉണക്കച്ചെമ്മീനും കൂടി ഉള്ളൊരു ചമ്മന്തി ഉണ്ട്. ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കുഴച്ചിട്ട് ഒരു പിടി, ഒരു വായലൊരു സ്പൂൺ അങ്ങോട്ട് വെക്കണം. കൂടെ ഒരു നാരങ്ങച്ചാറും പിന്നെ ഒരു വെളുത്തുള്ളില്ലേ അച്ചാറിൻ്റെ, അതും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കാനല്ലേ. കുഴിമന്തി ഒന്നും കഴിച്ചാൽ ഇങ്ങനത്തെ ഒരു ഫീൽ കിട്ടൂല മോനെ. ഇടയ്ക്ക് ഇങ്ങനത്തെ നാടൻ ഫുഡൊക്കെ കഴിക്കണ്ട. വേറെ കോമ്പോ പറഞ്ഞുതരാ. നല്ല കടലൊലുത്തും നല്ല ചൂടത്ത് നല്ല ഇളം തണുപ്പുള്ള കഞ്ഞിലില്ലേ, ആ ഒരു തണുത്ത തൈര് അങ്ങോട്ട് കുത്തി വെച്ചിട്ട് ഇത്തിരി പച്ചമുളകും ഇത്തിരി ഉള്ളിയൊക്കെ അങ്ങോട്ട് കൂടെ കൂട്ടിയിട്ട് അച്ചാറും കൂടി കൂട്ടി അങ്ങോട്ട് കഴിച്ചാലേ ഈ ചൂടത്ത് ഇങ്ങനത്തെ അടിപൊളി ഹെൽത്തി ഫുഡൊക്കെ വീട്ടിലിരുന്ന് കഴിക്കണവരൊന്ന് കമന്റ് ചെയ്യട്ടെ. അടുത്തതായി നമ്മുടെ പ്രവാസികൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഫുഡ് നല്ല നാടൻ കപ്പയും നല്ല ഇന്നലത്തെ മീൻകറിയും പിന്നെ അതിൻ്റെ കൂടെയുള്ള ഒരു ചമ്മന്തി ഇല്ലേ, നാടൻ ചമ്മന്തി മുളക് ചമ്മന്തി, പിന്നെ ഒരു ചൂട് ചായയും കൂടി കട്ടനും കൂടി അടിച്ചിട്ടില്ലേ, അമ്പടെ കൂടി ഇരുന്ന് വൈകിട്ട് ആ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കണ ആ ഒരു വൈബില്ലേ, അത് വേറെ കിട്ടൂല മോനെ. ഇടക്ക് ചൂട് കൂടുമ്പോ ബ്രോഡ്സ് ചിക്കനും തണുത്ത ബിയറൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കണവരും ഒന്ന് കമന്റ് ചെയ്ത് തരട്ടാ. മാമനോടൊന്നും തോന്നല്ലേ.